വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് നമ്മുടെ ചാനലിൽ ഞാൻ കാണിക്കുന്നത്. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതായാലും ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാ. അതിനായിട്ട് ഞാനൊരു 2 കിലോയുടെ ഒരു അടിപൊളി കേക്കാണ് ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സ്ട്രോബെറിയുടെ കളറും പിന്നെ ഒരു ബ്രൈറ്റ് ബ്ലൂ നിയോണിൻ്റെ കളറുമാണ് ഞാൻ അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അടിപൊളി കേക്കാണ്. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് അളവിൽ മൈദ ഞാൻ എടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നു. പിന്നെ അതിനകത്ത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അടിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ എടുക്കുന്നത് കേക്ക് നല്ലോണം പൊങ്ങി വരുന്നതിന് വേണ്ടി കേട്ടോ. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് പാലും ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേനും അതിൻ്റെ മേളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കുമല്ലോ, അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ എടുക്കുന്നത്. എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടിൽ നിന്ന് 2-3 ടീസ്പൂൺ മൈദ എടുത്തിട്ട് നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇടുക. അങ്ങനെ ഇടുവാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കത്തില്ല. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്താണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കേക്ക് നല്ലൊരു സോഫ്റ്റായ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ അതിൻ്റെ യോക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുക. ഞാൻ ഇതിനായിട്ട് 6 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 6 മുട്ടയുടെ യോക്കും വൈറ്റും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ യോക്കിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നു. യോക്കിനകത്തേക്ക് വാനില എസൻസ് ചേർക്കുമ്പോൾ ആ മുട്ടയുടെ ഒരു സ്മെല്ലുണ്ടായിരിക്കുമല്ലോ, അതപ്പം മാറിക്കിട്ടും. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നു. അങ്ങനെ ചേർന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ള നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന 2 കപ്പ് അളവിൽ പഞ്ചസാര, 2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര പൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് 2 കപ്പ് അളവ് തന്നെ വരണം. അത് നമുക്ക് കുറേശ്ശെ ഈ മുട്ടയുടെ കൂട്ടിനകത്തോട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഫ്ലഫി ആയിട്ട് വരത്തൊക്കെ വേണം. അത് ഇതുപോലായി വരത്തൊക്കെ വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ മഞ്ഞ യോക്കുണ്ടല്ലോ, അത് കുറേശ്ശെ അതിനകത്ത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. ഞാനിത് ഈ ബാറ്റർ ശകലം കൂടുതലായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് ബാറ്റർ പകർന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിനകത്തോട് ചേർക്കുക. ആ കൂട്ടത്തിൽ തന്നെ ഓയിലിൻ്റെയും പാലിൻ്റെയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടല്ലോ, അതും കൂടെ ചേർത്ത് രണ്ടും കൂടെ മാറി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം ഞാൻ 2 ലെയറിലാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ ബാറ്റർ 2 പാത്രത്തിനകത്തോട്ട് പകർന്ന് മാറ്റി വെക്കണം. ഒന്ന് സ്ട്രോബെറിയുടെ കളർ, മറ്റേ നിയോണിൻ്റെ ഒരു ബ്രൈറ്റ് ബ്ലൂ കളർ. ഇതാണ് ഞാൻ ചേർക്കുന്നത്. നല്ല കളർ വരത്തൊക്കെ വേണം. ആവശ്യത്തിന് 2 കളറും ഇതിനകത്ത് മാറി ചേർക്കണം. ടൈഗറിൻ്റെ സ്ട്രോബെറി കളർ ഞാൻ ചേർക്കുന്നു. അത് അതിനകത്ത് ധാരാളം ചേർക്കുക. നല്ല കളർ വരത്തൊക്കെ വേണം. നല്ലതുപോലെ ചേർക്കുക. അതുകൊണ്ട് ഇഷ്ടമനുസരിച്ച് കളർ കൂടി വേണമെങ്കിൽ കൂടുതൽ കളർ ചേർക്കുക. കുറച്ച് പതിഞ്ഞ് കുറച്ച് കളർ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ശകലം കളർ കുറവെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ഒരു 2-3 ഡ്രോപ്പും കൂടെ സ്ട്രോബെറി കളർ ചേർക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി എടുക്കുക. അതുപോലെ തന്നെ ആ ബ്ലൂ കളറും ചേർത്ത് അത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഇതൊരു കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിനകത്തോട്ട് പകർന്ന് മാറ്റി ബേക്ക് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതുപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിത് ഓവനകത്തല്ല കേട്ടോ, ഇത് വേറൊരു അലുമിനിയത്തിൻ്റെ ഒരു പാത്രത്തിനകത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്.
2 കിലോ ആയതുകൊണ്ട് കുക്കറിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒരു 2 ലെയറിൽ 2 കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് ഐസിങ് ചെയ്യാനായിട്ട് ഒരുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബേസ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ക്രീം ചേർക്കുക. ക്രീം ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ അത് ബ്ലൂവോ അല്ലെങ്കിൽ സ്ട്രോബെറി കളർ അവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഞാൻ ഏതായാലും ബ്ലൂ കളറിലുള്ള ലെയറാണ് അത് ചേർക്കുന്നത്. ചേർത്തിട്ട് ആവശ്യാനുസരണം ഷുഗർ സിറപ്പ് ചേർക്കുക. ചേർത്തതിന് ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം അതിൻ്റെ പുറത്തേക്ക് നല്ലോണം തേച്ചിട്ട് എല്ലായിടത്തും വരത്തപ്പോൾ നല്ലോണം തേച്ച് യോജിപ്പിച്ച് എടുത്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ ലെയർ എടുത്ത് വയ്ക്കുക. ഷുഗർ സിറപ്പ് ചേർക്കുക. ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറിൽ എടുത്തിട്ട് ഞാനൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ ഞാനിത് അതിൻ്റെ സൈഡിലെല്ലാം ഞാൻ ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് ഞാനിങ്ങനെ ഒന്ന് ലെയർ ചെയ്തെടുത്തിരിക്കുകയാണ്, കളർ ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്ട്രോബെറിയുടെ തന്നെ ഒരു കളർ എടുത്തിട്ട് ഇതുപോലെ ഓരോ ഫ്ലവർ അതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് ഇതൊരു അടിപൊളി ഇത് മൊത്തം എന്നിട്ട് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഏതെങ്കിലും ഡിസൈൻ ആണോ, ഞാൻ ഏതായാലും ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ അടിപൊളി 2 കിലോയുടെ ഒരു കേക്ക് ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പിന്നെ വേറെ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.